എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി സ്പോട്ട് അഡ്മിഷൻ അല്ലെങ്കിൽ വേക്കൻറ്റ് സീറ്റ് അഡ്മിഷനായിട്ടുള്ള അപേക്ഷകൾ വിദ്യാർത്ഥികൾക്ക് നാളെ ഉച്ചയ്ക്ക് 2 മണി മുതൽ hscap.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴി ഓൺലൈനായിട്ട് സമർപ്പിക്കാവുന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള വിദ്യാർത്ഥികൾക്കും ഉള്ള നിർദ്ദേശങ്ങൾ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ഇൻസ്ട്രക്ഷൻസ് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കാം. അപ്പോൾ ഈ ഒരു ഇൻസ്ട്രക്ഷൻസ് പ്രകാരം പറഞ്ഞിട്ടുള്ളത് വിദ്യാർത്ഥികൾക്ക്, അതായത് ഇതുവരെ അലോട്ട്മെൻറ്റുകളിൽ അപേക്ഷിക്കുകയും എന്നാൽ അലോട്ട്മെൻറ്റുകളിലൊന്നും അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടില്ലാത്ത വിദ്യാർത്ഥികൾക്കും, അതുപോലെ തന്നെ നാളിതുവരെ അപേക്ഷ സമർപ്പിച്ചിട്ടും അലോട്ട്മെൻറ്റ് കിട്ടാതിരുന്ന വിദ്യാർത്ഥികൾക്കും, അതുപോലെ തന്നെ ഇതുവരെ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കാതിരുന്ന വിദ്യാർത്ഥികൾക്കും നിലവിലുള്ള വേക്കൻസിയിൽ പ്രവേശനം നേടുന്നതിനായിട്ട് 2024 ഓഗസ്റ്റ് 7 ഉച്ചയ്ക്ക് 1 മണി മുതൽ, അതായത് നാളെ ഉച്ചയ്ക്ക് 1 മണി മുതൽ ഓഗസ്റ്റ് 8 വൈകുന്നേരം 4 മണി വരെ ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. എന്നാൽ നിലവിൽ ഏതെങ്കിലും ഒരു കോട്ടയിൽ പ്രവേശനം നേടിക്കഴിഞ്ഞിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് അപേക്ഷ സമർപ്പിക്കുവാനായിട്ട് സാധിക്കില്ല. അതായത് നിങ്ങളിപ്പോൾ ഏതെങ്കിലും സ്കൂളിലേക്ക് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റിന് അപേക്ഷിക്കാൻ പറ്റുന്നതല്ല. നിലവിലുള്ള വേക്കൻസി അഡ്മിഷൻ വെബ്സൈറ്റായിട്ടുള്ള hscap.kerala.gov.in എന്ന വെബ്സൈറ്റിൽ 2024 ഓഗസ്റ്റ് 6 വൈകുന്നേരം 6 മണി വരെ പ്രസിദ്ധീകരിക്കുന്നതാണ്. പ്രസ്തുത വേക്കൻസിയിൽ പ്രവേശനം നേടാൻ ആഗ്രഹിക്കുന്നവർ 2024 ഓഗസ്റ്റ് 7 ഉച്ചയ്ക്ക് 1 മണി മുതൽ ഓഗസ്റ്റ് 8 വൈകുന്നേരം 4 മണി വരെയുള്ള സമയപരിധിക്കുള്ളിൽ കാൻഡിഡേറ്റ് ലോഗിനിലെ അപ്ലൈ ഫോർ വേക്കൻറ്റ് സീറ്റ്സ് എന്നുള്ള ലിങ്കിലൂടെ അപേക്ഷ സമർപ്പിക്കണം. ഇതുവരെ അപേക്ഷ നൽകാൻ കഴിയാതിരുന്ന വിദ്യാർത്ഥികൾക്കും, അതായത് ഇതുവരെ അപേക്ഷ നൽകാൻ കഴിയാത്തവർക്ക് വെബ്സൈറ്റിലെ പ്രവേശനത്തിൻ്റെ തുടർ പ്രവർത്തനങ്ങൾക്കായിട്ട് അലോട്ട്മെൻറ്റ്, അതായത് കാൻഡിഡേറ്റ് ലോഗിനും അതുപോലെ ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്ന ലിങ്കിലൂടെ രൂപീകരിക്കേണ്ടതാണ്, അത് ക്രിയേറ്റ് ചെയ്യേണ്ടതാണ്. നിങ്ങൾക്ക് തുടർന്ന് ഈ ഒരു കാൻഡിഡേറ്റ് ലോഗിനിലെ അപ്ലൈ ഓൺലൈൻ എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ലിങ്കിലൂടെ പ്രസിദ്ധപ്പെടുത്തിയിട്ടുള്ള വേക്കൻസിക്ക് അനുസൃതമായിട്ട് ഓപ്ഷനുകൾ നൽകി അപേക്ഷ അന്തിമമായിട്ട് വിദ്യാർത്ഥികൾ നൽകേണ്ടതാണ്. അപേക്ഷയിൽ പ്രസിദ്ധപ്പെടുത്തിയിട്ടുള്ള വേക്കൻസിക്ക് അനുസൃതമായി എത്ര കോഴ്സുകൾ അല്ലെങ്കിൽ സ്കൂളുകൾ വേണമെങ്കിലും ഓപ്ഷനായിട്ട് ഉൾപ്പെടുത്താവുന്നതാണ്. 2024 ഓഗസ്റ്റ് 8 വൈകുന്നേരം 4 മണി വരെ ലഭിക്കുന്ന സാധ്യതയുള്ള അപേക്ഷകൾ കേന്ദ്രീകൃതമായി പരിഗണിച്ച് മെറിറ്റ് അടിസ്ഥാനത്തിൽ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കി അഡ്മിഷൻ വെബ്സൈറ്റിൽ 2024 ഓഗസ്റ്റ് 9 രാവിലെ 9 മണിക്ക് പ്രസിദ്ധീകരിക്കുന്നതാണ്. അതായത് ഓഗസ്റ്റ് 9 രാവിലെ 9 മണിക്ക് പ്രസിദ്ധീകരിക്കുന്നതാണ്. അഡ്മിഷൻ ലഭിക്കാൻ കൂടുതൽ സാധ്യതയുള്ള സ്കൂൾ കോഴ്സ് റാങ്ക് ലിസ്റ്റിലൂടെ മനസ്സിലാക്കി അപേക്ഷകർ രക്ഷകർത്താക്കളോടൊപ്പം പ്രവേശനം നേടാൻ ആഗ്രഹിക്കുന്ന സ്കൂളിലെ 2024 ഓഗസ്റ്റ് 9 രാവിലെ 10 മണി മുതൽ 12 മണിക്ക് മുമ്പായിട്ട് യോഗ്യതാ സർട്ടിഫിക്കറ്റ്, അതുപോലെ TC, സ്വഭാവ സർട്ടിഫിക്കറ്റ്, അപേക്ഷയിൽ ബോണസ് പോയിന്റ് ലഭിക്കുന്നതിന് വിവരങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അവയുടെ ഒറിജിനൽ രേഖകളും ഫീസുമായിട്ട് പ്രവേശനത്തിനായിട്ട് റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. ഇത്തരത്തിൽ ഹാജരാകുന്ന വിദ്യാർത്ഥികളുടെ യോഗ്യത, മെറിറ്റ് മാനദണ്ഡങ്ങൾ റാങ്ക് ലിസ്റ്റിൻ്റെ സഹായത്തോടെ ഉറപ്പാക്കി പ്രസിദ്ധപ്പെടുത്തിയിട്ടുള്ള വേക്കൻസിക്ക് തുല്യമായിട്ടുള്ള സീറ്റുകളിൽ അതത് പ്രിൻസിപ്പൽമാർ അന്നേ ദിവസം തന്നെ ഉച്ചയ്ക്ക് 1 മണിക്കുള്ളിൽ പ്രവേശനം നടത്തുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ ഇതിൽ പറഞ്ഞത് ഇതുവരെ അപേക്ഷ സമർപ്പിക്കാൻ പറ്റാതിരുന്ന വിദ്യാർത്ഥികൾക്കും ഇതുവരെ അപേക്ഷിച്ചിട്ടും അലോട്ട്മെൻറ്റ് കിട്ടാതിരുന്ന വിദ്യാർത്ഥികൾക്കും ഈ ഒരു അപേക്ഷ സമർപ്പിക്കാമെന്നാണ്. നിലവിൽ ഏതെങ്കിലും ഒരു കോട്ടയിൽ, അതായത് നിങ്ങളിപ്പോൾ പ്രൈവറ്റായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഈ ഒരു ട്രാൻസ്ഫർ വഴിയോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും അലോട്ട്മെൻറ്റുകൾ വഴിയോ അലോട്ട്മെൻറ്റ് ലഭിച്ച് അഡ്മിഷൻ നേടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതല്ല. നോൺ ജോയിനിങ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾ നിങ്ങൾക്ക് ലിങ്ക് ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ പുതിയ കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം നോക്കി അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.